മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച് MSF വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും പ്രഖ്യാപിച്ചു. വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലബാറിലെ +1 സീറ്റ് ക്ഷാമത്തിൽ സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധം അലയൊടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും കോഴിക്കോടും പ്രതിഷേധം സംഘടിപ്പിച്ച MSF സമരം തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിച്ചു. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ച പ്രവർത്തകർ ഓഫീസിന് മുന്നിലെ ഡയറക്ടറുടെ ബോർഡും നശിപ്പിച്ചു. വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും MSF പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കും. മന്ത്രിയുടെ വസതിയിലേക്ക്, മന്ത്രി തെരുവിലിറങ്ങുന്നിടത്തേക്ക്, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീ ഷാനവാസ്, അദ്ദേഹമാണ് മന്ത്രിക്ക് കണക്കുകൾ നൽകുന്നത്. കള്ളക്കണക്കുകൾ നൽകുക. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയില്ലാതെ മന്ത്രി തന്നെ സമൂഹത്തോട് സംസാരിക്കുക. മലപ്പുറത്ത് ഇന്നും MSFന്റെ പ്രതിഷേധം തുടർന്നു. RDD ഓഫീസിന് മുന്നിലേക്ക് തുടർച്ചയായ 4ാം ദിവസമായിരുന്നു പ്രതിഷേധം. പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റും മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിഷയത്തിൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് പ്രതിഷേധം കടുപ്പിക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.